എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം മെയ് 8-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLC പരീക്ഷാ ഫലം എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ +1 അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്നതാണ്. SSLC റിസൾട്ട് വന്ന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനു മുന്നോടിയായിട്ട് ഈ ഒരു +1 അലോട്ട്മെൻറ്റിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതാണ്. SSLC റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ SSLCയിൽ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണ്, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് D ഗ്രേഡാണ് കിട്ടിയിട്ടുള്ളത്, അതായത് D ഗ്രേഡോ അതല്ലെങ്കിൽ E ഗ്രേഡോ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് മനസ്സിലാക്കാവുന്നതും. പിന്നീട് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും SSLCയുടെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകേണ്ടതാണ്. ഒരു വിഷയത്തിന് 75 രൂപയാണ് ഈ ഒരു സേ പരീക്ഷ, അതായത് SSLCയുടെ സേ പരീക്ഷ എഴുതാനായിട്ട് ഫീസ് വരിക. അതുപോലെ തന്നെ ഏകദേശം 20ഓളം രൂപയാണ് സർട്ടിഫിക്കറ്റ്. 20ആണോ 10ആണോ എന്നുള്ള ഡൗട്ടുണ്ട്, 10 ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയും സർട്ടിഫിക്കറ്റ് ഫീസും വരുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ SSLCയുടെ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും SSLC സേ പരീക്ഷ എഴുതി ജയിക്കേണ്ടതാണ്. SSLC സേ പരീക്ഷ ജൂൺ മാസത്തിലാണ് നടക്കുക. രജിസ്ട്രേഷൻ നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് വന്നു, അതായത് ഏകദേശം മെയ് 8-ാം തീയതിയുടെ റിസൾട്ട് വരും. അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ SSLCയുടെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ആരംഭിക്കുകയും നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ നൽകാവുന്നതുമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, SSLC റിസൾട്ട് വരികയും എന്നാൽ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് B+ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷേങ്കിൽ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് അത്രയും കുറവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കുക. റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ്, അതായത് SSLCയുടെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ ഏത് സബ്ജക്റ്റാണോ അതിന് റീവാലുവേഷൻ, അതായത് ഒന്നുകൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എങ്കിൽ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ SSLC പരീക്ഷയുടെ ആ ഒരു ആൻസർ ഷീറ്റ് വീണ്ടും ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നതിനാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ റീവാലുവേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. അപ്പോൾ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു D+ ഗ്രേഡ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് B+ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ റീവാലുവേഷൻ ശേഷം ഒന്നുകിൽ B+ അല്ലെങ്കിൽ B ഗ്രേഡ് അല്ലെങ്കിൽ C+ അല്ലെങ്കിൽ C ഗ്രേഡ്, ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഗ്രേഡ് കൂടിയ രീതിയിൽ, അതായത് കൂടിയ രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്രേഡിൽ നിന്നും അതിൻ്റെ ഹയർ ലെവലിലുള്ള ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. A+, അതുപോലെ തന്നെ A, B+, അതുപോലെ തന്നെ B, അതുപോലെ C+, C, D+. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഓരോ ഗ്രേഡിങ്ങിനെ കൂടി വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ഗ്രേഡ് നിന്നും മറ്റൊരു ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്, അതായത് കൂടിയ ഒരു ഗ്രേഡിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ഗ്രേഡിലേക്ക് വീണ്ടും മാറുകയാണ് എങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള, അതായത് നിങ്ങൾ സ്കൂളിൽ റീവാലുവേഷൻ നൽകിയ 400 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്ക്രൂട്ടിനി, അതായത് നിങ്ങളുടെ ഈ ഒരു എവിടെയെങ്കിലും ആൻസറിന് നൽകിയ മാർക്ക് എവിടെയെങ്കിലും കൂട്ടിയത് തെറ്റിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിനായിട്ടാണ് സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കുന്നത്, അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കേണ്ട, കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നുകൂടി പേപ്പർ വാലുവേഷൻ ചെയ്യുന്നതാണ്. അതുപോലെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രതീക്ഷയുണ്ട് മാർക്ക് കൂടുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ റീവാലുവേഷൻ ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ ഫോട്ടോ കോപ്പിക്ക് കൂടി അപേക്ഷിച്ചാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ്, അതായത് നിങ്ങൾ ഏത് വിഷയത്തിനാണ് ഈ ഒരു ഫോട്ടോസ്റ്റാറ്റിന് നൽകിയിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് തപാൽ മുഖേനയോ അതല്ലെങ്കിൽ സ്കൂൾ വഴിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് പരിശോധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ, അതായത് അവർ വാലുവേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു, അതായത് ഗസ്റ്റഡ് റാങ്കിലുള്ള, അതായത് ഈ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകരെ കൊണ്ട് അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീണ്ടും മാർക്ക് കൂടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അതായത് അവർ വാലുവേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് ഒരു D+ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഈ ഫോട്ടോ കോപ്പി, അതായത് നിങ്ങളുടെ ഈ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പിക്ക് അതായത് അതിന് വേണ്ടി അപേക്ഷിച്ചു, നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി കിട്ടുകയും അതിനുശേഷം നിങ്ങൾ അത് നിങ്ങളുടെ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകരെ കൊണ്ട് പരിശോധിപ്പിച്ച് അവർ വാലുവേഷൻ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ, അതായത് നിങ്ങൾക്ക് ലഭിച്ച D+നേക്കാൾ കൂടുതലാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു A ഗ്രേഡ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള അപേക്ഷ പരീക്ഷാ സെക്രട്ടറിക്ക് നൽകുകയും അതുവഴി നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ മാർക്ക് കൂടുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും റീവാലുവേഷന് കൂടി അപേക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ റീവാലുവേഷൻ അതുപോലെ സ്ക്രൂട്ടിനി എന്നിവയ്ക്കൊക്കെ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അപേക്ഷിക്കേണ്ടത് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് SSLCയുടേതാണെങ്കിൽ SSLC എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് പരീക്ഷാ പോർട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ SSLCയുടേതാണെങ്കിൽ SSLC HIയുടേതാണെങ്കിൽ ആ ഒരു ലിങ്ക്, അതുപോലെ THSLC ആണെങ്കിൽ അത്, THSLC HI ആണെങ്കിൽ ആ ഒരു ലിങ്ക്, അതുപോലെ AHSLC ആണെങ്കിൽ അത്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് SSLC ആണോ അതിൻ്റെ ആ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങളുടെ SSLC പരീക്ഷാഫലം, അത് നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെയുള്ള, അതായത് നിങ്ങൾക്ക് ഇവിടെ 1, 2, അതുപോലെ തന്നെ THSLC HI, അതുപോലെ തന്നെ ഈ ഒരു AHSLC എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ SSLCയുടെ ലിങ്കുകൾ കാണാൻ സാധിക്കും.
അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണോ ഉൾപ്പെടുന്നത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ SSLCയുടെ ആ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോകും. SSLCexam.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതുപോലെ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് SSLC എക്സാം മാർച്ച് 2025 റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിന് നേരെയായിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു പേജ് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടിൻ്റെ ലിങ്ക്, റിസൾട്ടിൻ്റെ ആ ഒരു പേജ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഫലം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ മുൻ വർഷത്തെ പരീക്ഷാ ഫലത്തിൻ്റെ ആ ഒരു പേജ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഈ ഒരു SSLC സേ പരീക്ഷയുടെ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം SSLC ഈ ഒരു പുനർമൂല്യനിർണ്ണയം എന്ന് പറഞ്ഞുകൊണ്ട് SSLC പുനർമൂല്യനിർണ്ണയം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫലം കാണുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് SSLCയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ലിങ്ക് കാണുക. അപ്പോൾ ജസ്റ്റ് ഇത് 2024 റീവാലുവേഷൻ്റെ ആ ഒരു ലിങ്കാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ റിസൾട്ടിൻ്റെ ആ ഒരു പേജിൽ SSLCexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ SSLC എക്സാമിനേഷൻ മാർച്ച് 2025 ഈ റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. ഇത് റീവാലുവേഷൻ റിസൾട്ടിൻ്റെ ആ ഒരു പേജാണ്, അതുകൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിനുശേഷം വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് വഴി മാത്രമല്ല നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക. SSLCexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇതിൻ്റെ ലിങ്ക്, SSLCയുടെ റിസൾട്ടിൻ്റെ ലിങ്ക് ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ആ ഒരു കോളം ഉണ്ടാവും. അവിടെ നൽകിയ ആ ഒരു ഡീറ്റെയിൽസ് നൽകിയ ശേഷം വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് രജിസ്റ്റർ നമ്പർ ഒന്നും നൽകാത്തതുകൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാനായിട്ട് പറ്റുക. ജസ്റ്റ് നിങ്ങൾ അവിടെ ആ ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ആ ഒരു സമയത്ത് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ചെക്ക് എൻ്റർ റിസൾട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ നൽകിയ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവുകയും അതിനുശേഷം നിങ്ങൾക്ക് പുതിയ ആ ഒരു രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ SSLC പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു SSLCയുടെ റീവാലുവേഷൻ്റെ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീവാലുവേഷൻ അതുപോലെ സ്ക്രൂട്ടിനി, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷയ്ക്കായിട്ട് നിങ്ങൾ പരീക്ഷയുടെ പോർട്ടലുകൾ, നിങ്ങൾ SSLC ആണെങ്കിൽ SSLC, THSLC ആണെങ്കിൽ THSLC, SSLC HI ആണെങ്കിൽ അതുപോലെ THSLC HI ആണെങ്കിൽ HSLC HI ആണെങ്കിൽ HSLC ആണെങ്കിൽ അതിൻ്റെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങളുടെ SSLC റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ആ ഒരു സെയിം ഡേ തന്നെയായിട്ട് നിങ്ങൾക്ക് റീവാലുവേഷൻ SSLC റീവാലുവേഷൻ സ്ക്രൂട്ടിനി, ഫോട്ടോകോപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൻ്റെ സർക്കുലറും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്ക് പോവുകയും നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും 3 കോളം ഉണ്ടാകും. ഒന്ന് റീവാലുവേഷൻ, രണ്ടാമത്തെ സ്ക്രൂട്ടിനി, മൂന്നാമത്തെ ഫോട്ടോകോപ്പി. ഈ രീതിയിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് അപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ അത് സെലക്ട് ചെയ്യുകയും അതിനനുസരിച്ച് ഫീസും കാര്യങ്ങളൊക്കെ താഴെ വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അതനുസരിച്ച് ഫീസും കാര്യങ്ങളൊക്കെ നൽകി ഏതൊക്കെ കോഴ്സുകളാണ് ഈ രീതിയിൽ റീവാലുവേഷനും കാര്യങ്ങൾക്കൊക്കെ നൽകുന്നത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യുന്ന മുമ്പായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു റീവാലുവേഷൻ IT ഒഴികെയുള്ള 9 വിഷയങ്ങളാണ് റീവാലുവേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോകോപ്പിക്കായിട്ട് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ ഫീസും അതുപോലെ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് ആ ഒരു ഫീസും അതുപോലെ തന്നെ ഈ ഒരു പ്രിൻ്റ് ഔട്ടും ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്ന് ഏകദേശം ഒരു നിശ്ചിത ദിവസം പറയും. അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു റീവാലുവേഷൻ സ്ക്രൂട്ടിനി, ഫോട്ടോകോപ്പി എന്നിങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നടക്കുന്നതാണ്. അതിനുശേഷം അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനുശേഷം ഏകദേശം SSLC റിസൾട്ട് വന്ന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ +1 അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു +1 അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാം. HSCയിലും VHSCയിലും രണ്ടിലും നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ 2 അപേക്ഷകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. SSLC തോറ്റ വിദ്യാർത്ഥികൾ ആണെങ്കിൽ SSLC സേ പരീക്ഷ എഴുതി ജയിക്കാനും അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് +1ൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLCയുടെ പരീക്ഷാ ഫലം വരുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും മികച്ച മാർക്ക് ലഭിച്ച് ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.